മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറൊരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്തയിലെ ലീഗ് വിരുദ്ധർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം പാണക്കാട് തങ്ങളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. ആ ചർച്ച ഇപ്പോൾ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം ഈ ലീഗ് വിരുദ്ധരായ നേതാക്കൾ നടത്തിയ പത്രസമ്മേളനം പാളിപ്പോകുകയും പിന്നീട് ഇവർ തന്നെ വീണ്ടും ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുമൊക്കെ ചെയ്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത അമ്പലക്കടവ് ഫൈസി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേതാണെങ്കിലും ആ ഭാഗത്തേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, ഇത് ഒരു രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു കക്ഷിയെ സപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കാനോ ഒന്നുമല്ല എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിൽ ഇസ്ലാമികമായ ചില കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കാരണം ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം ഇതൊരു രാഷ്ട്രീയമായ നിലക്കുള്ള വ്യാഖ്യാനം ഇത് നൽകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഏതാണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തിനാണ് ഈ ലീഗ് വിരുദ്ധരായ ആളുകൾ പാണക്കാട് തങ്ങളുമായി ചർച്ച ചെയ്തത്, അതല്ലെങ്കിൽ ചർച്ച നടത്തിയത്? അത് സംഘടനാപരമായ പ്രശ്നത്തിലായിരുന്നില്ല, മറിച്ച് തങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. അതായത് കുറച്ച് വർഷങ്ങളായി, കുറച്ച് കാലങ്ങളായി ഇവരുടെയൊക്കെ ചില പ്രസംഗങ്ങളിലുണ്ടായ ചില പരാമർശങ്ങൾ പാണക്കാട് തങ്ങൾക്ക് അത് വേദനയുണ്ടാക്കി, അദ്ദേഹത്തിന് അത് വളരെ പ്രയാസമുണ്ടാക്കിയതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ പാണക്കാട്ടേക്ക് പോകുന്നത്. ചർച്ച ചെയ്തതും അതാണ്. അത് അമ്പലക്കടവ് ഫൈസി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസം ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഈ ഗ്യാപ്പിന് കാരണമെന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മനസ്സിലാക്കി. ഈ 1-2 വർഷത്തിനകം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ ഇന്ന് മനസ്സിലായി ഞങ്ങൾക്ക് 1, 2, 3, 4 വർഷങ്ങളല്ല, എല്ലാം സംസാരിച്ചു, എല്ലാം തീർപ്പായി. എന്താണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണല്ലോ. തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത്തരം വിഷയങ്ങളിലാണ് ചർച്ച ചെയ്തത്. ഇത് മറ്റൊരു നേതാവായ ലീഗ് വിരുദ്ധനായ ഉമർ ഫൈസിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കൂടെ ഒന്ന് കേട്ടു നോക്കൂ. നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു. അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. കേട്ടല്ലോ സുഹൃത്തുക്കളെ, എന്താണ് ഉമർ ഫൈസി പറഞ്ഞത്? തങ്ങൾക്ക് വിഷമമുണ്ടായ വിഷയങ്ങളിൽ വിശദീകരണം കൊടുത്തു എന്നതാണ്. അപ്പോൾ ഈ 2 പേരുടെയും ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കുറച്ച് കാലമായി ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ തങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാമർശങ്ങൾ തങ്ങളുമായി നേരിട്ട് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പാണക്കാട് ഇവരെന്ത് ചെയ്തത്? ചർച്ചയ്ക്ക് പോയത്, ചർച്ച നടത്തിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ മാനസികമായി നമ്മൾ വിഷമിപ്പിച്ചാൽ, ഒരാളുടെ അഭിമാനം നമ്മൾ ക്ഷതപ്പെടുത്തിയാൽ ഇസ്ലാം എങ്ങനെയാണ് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നത്? ഇപ്പം ഞാനൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അഭിമാനത്തിന് ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്, ഒരാളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയും പൊരുത്തം വാങ്ങുകയും ചെയ്യണം. ഞാനത് പറ്റിപ്പോയതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം എന്ന് ആ വ്യക്തിയോട് പറയണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ ഈ ചർച്ച നടത്തിയതിന് ശേഷം തങ്ങളെ വിഷമിപ്പിച്ച കാര്യം ചർച്ച ചെയ്യാനാണ് പോയതെന്ന് 2 പേരും സമ്മതിച്ചു. എന്നിട്ട് അതിനുശേഷം ഈ ഉമർ ഫൈസി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അത് ഇനി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു വ്യക്തിത്വം അടിച്ചു നോക്കിയാണ് നിങ്ങൾ എല്ലാവരും ചെന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായോ? ആര്? മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറൊരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഉമർ ഫൈസി പറയുന്നത്? മാപ്പ് അള്ളാഹുവിനോടാണ് പറയുക, വേറെ ഒരാളോടും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ വിഷയം. ഇത് ശുദ്ധമായ വിവരക്കേടാണ്.
ഒരു മുഷാവറ അംഗമാണ്, സമസ്തയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്, പടപ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം അവരോട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന പാഠം ഇയാൾക്കറിയൂലേ? ഒന്നാലോചിച്ച് നോക്കൂ. ഇയാൾ ഈ പറഞ്ഞത് മണ്ടത്തരമല്ലേ? ഇത് ഇസ്ലാമികമായി ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ലീഗും സമസ്തയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ, അതും സമസ്തയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ഈ വ്യക്തി ഈ നിലക്കുള്ള ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ ഇസ്ലാമികമായി അതിന് വല്ല ന്യായീകരണവുമുണ്ടോ? ഒരിക്കലുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ കാനത്ത് ലഹു മദ്ലമത്തുൻ ലി അഖീഹി മിൻ ഇർളിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം. ആരെങ്കിലും തൻ്റെ സഹോദരനോട് ഏതെങ്കിലും നിലക്ക് അതിക്രമം ചെയ്തു, അയാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലക്കുള്ള അതിക്രമം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്നത്തെ ദിവസം തന്നെ അവൻ അതിൽ നിന്ന് ഒഴിവായിക്കൊള്ളട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസുകളെയും ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളെയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്നൊരു കാര്യമാണ്, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഒരാളുടെ ധനം നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധനം അയാൾക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യേണ്ടത്. ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പ് പറയുക എന്നത് അത് ഇസ്ലാമികമായൊരു കാര്യം തന്നെയാണ്. അത് അനിസ്ലാമികമായ കാര്യമൊന്നുമല്ല. ഒരാളോട് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾ അള്ളാഹിനോട് എല്ലാം പറയൂ എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? എത്രയോ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മുനാഫിഖായ മനുഷ്യനും ജൂതനും തമ്മിലൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി വിധി ചോദിക്കുന്നതിന് പകരം, തീർപ്പ് കൽപ്പിക്കാൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് പകരം ജൂതൻ്റെ അടുക്കലേക്ക് പോയി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുകയും പ്രവാചകന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുന്നിസായിലെ 64-ാമത്തെ വചനം, അതുമായി ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. എന്താണ് അവിടെ പറയുന്നത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, അവർ അവരുടെ ശരീരങ്ങളോട് തന്നെ അതിക്രമം ചെയ്ത സന്ദർഭത്തിൽ ജാഊക, നബിയെ, അവർ നിങ്ങളുടെ അടുക്കൽ വരികയും ഫസ്തഗ്ഫറുല്ലാ, എന്നിട്ടവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, നബിയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ അവർക്ക് പാപങ്ങൾ പൊറുക്കുന്നവനായി കണ്ടെത്താമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു പൊതുവായ നിയമം തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ സമൂഹത്തിൻ്റെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ വന്ന് ഉമർ ഫൈസ് പറയാണ് എന്ത്? മാപ്പ് അള്ളാഹുവിനോടാണ് പറയുക, വേറെ ഒരാളോടും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഇത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമല്ലേ? ഇത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇവരുടെ ഈ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് തോന്നുന്ന നിലക്കാണ് ഇവർ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. യാതൊരു സംശയമില്ല അതിൽ. ഇപ്പോൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ വേറൊരാളോടും ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവർ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യന്മാരോടും ചോദിക്കും. ആലോചിച്ച് നോക്കണം. എന്നാൽ മനുഷ്യന്മാരോട് ചോദിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ പറയും, അത് മനുഷ്യന്മാരോടൊന്നും ഞങ്ങൾ മാപ്പ് പറയില്ല, ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ മാപ്പ് പറയുള്ളൂ. ആലോചിച്ച് നോക്ക്, വിരോധാഭാസമല്ലേ ഇത് വിരോധാഭാസമല്ലേ? അതുകൊണ്ട് എനിക്ക് ഉമർ ഫൈസിയോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളോട് വിരോധമൊന്നുമില്ല, അമ്പലക്കടവ് ഫൈസിയോടും വിരോധമൊന്നുമില്ല. പാണക്കാട് തങ്ങളോട് നിങ്ങളെ എതിർക്കാൻ വേണ്ടി പാണക്കാട് തങ്ങളെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഇത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ വാചകങ്ങളെ വിശകലനം ചെയ്താൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഉമർ ഫൈസി, നിങ്ങളിൽ നിന്നുണ്ടായ ഈ പരാമർശം തിരുത്തണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പബ്ലിക്കായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ പബ്ലിക്കാണല്ലോ അഭിമുഖം കൊടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും
തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.